ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് സാമ്പാർ ചീര. ഈ ചീരനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത്? ഇത് പരിപ്പിട്ട് വെക്കാനും തേങ്ങ അരച്ച് വെക്കാനൊക്കെ സൂപ്പറാണ്. മഴയൊക്കെ ആകുമ്പോൾ ഇതുപോലെ കുറേ മുളച്ച് വരും. അപ്പോൾ ഇന്ന് ഈ ചീരനെ തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. തോരൻ അല്ലെങ്കിൽ പരിപ്പിട്ട് വെക്കാം, എന്ത് വേണേലും ചെയ്യാമല്ലോ. ഇന്നത്തെ ഡിഷ് ഇത് തന്നെ ആക്കാമല്ലേ. ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ പറിച്ചെടുക്കട്ടെ. ഞാനിത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് പിച്ചിക്കളയുന്നുണ്ട്. നേരത്തെ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ വന്നു. ഇനി അകത്ത് പോയിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം. ചീര കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കരുതി വെച്ചിരിക്കുന്ന ചെറിയുള്ളി പഴം, ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരിപ്പിട്ട് കൊടുത്ത് കൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ചീര ഒന്ന് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഓൾറെഡി പരിപ്പിൽ പൊട്ടിച്ചത് കൊണ്ട് ഇനി ഇതിൽ പൊട്ടിക്കുന്നില്ല. ഇതൊന്ന് ഇതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഓഫാക്കി വെക്കാം. ചീര വെന്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പിൻ്റെ കൂടെ തന്നെ വേവിക്കാം. ഞാനത് വെന്തുടഞ്ഞ് പായസം ആയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേറെ തന്നെ വേവിച്ചത്. ഇനി ഇത് പരിപ്പിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാർ ചീര പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.